വനം വകുപ്പിന്റെ ക്രൂരമായ വേട്ടയ്ക്കും അനീതിക്കും ഇരയാകേണ്ടി വന്ന ആദിവാസി യുവാവ് അജീഷ്. 5 വർഷം മുമ്പാണ് അജീഷിന്റെ JCB വീടിന് മണ്ണെടുത്തു എന്ന പേരിൽ വനം വകുപ്പ് ഉദ്യോഗസ്ഥർ പിടിച്ചെടുത്തത്. വെറും 500 രൂപ പിഴ ചുമത്തി വിട്ടയക്കേണ്ട വാഹനം 5 വർഷമായിട്ടും വിട്ടു നൽകാൻ വനം വകുപ്പ് തയ്യാറായിട്ടില്ല. അജീഷാണ് നമ്മോടൊപ്പം ചേരുന്നത്. അജീഷ്, 5 വർഷമായി ഈ ഒരു ദുഃഖവും ദുരിതവും അനുഭവിക്കാൻ തുടങ്ങിയിട്ട്. എന്താണ് രസമാണ് അനുഭവിച്ചുകൊണ്ടിരിക്കുക. 500 രൂപയുടെ ഞാനൊരു പത്ര വലിച്ച 500 രൂപയുടെ ഞാൻ ശിക്ഷ, അല്ലെങ്കിൽ അവരുടെ മരോ എന്തോ ഞാൻ മറിച്ചിട്ടുണ്ട്. 500 രൂപയ്ക്ക് വേണ്ടി എൻ്റെ വണ്ടി പിടിച്ചിട്ടുണ്ട്. 4.5 വർഷക്കാലം കഴിഞ്ഞു. എല്ലാ മാസം ഞാൻ ഇല്ലാത്ത വണ്ടിക്ക് 49,951 രൂപ വെച്ച് എല്ലാ മാസവും 28 ഞാൻ അടയ്ക്കണം. എന്തായാലും ഇല്ലാത്ത വണ്ടിയാണെന്ന് ഫിനാൻസുകാർക്ക് അറിയാവുന്നതുകൊണ്ട് അവരെ കറക്റ്റ് അടച്ചിരിക്കണം. അത് ഞാൻ എവിടെ രാത്രിയും പകലും പണിയെടുത്ത് ഞാൻ അടയ്ക്കും. എല്ലാം കഴിഞ്ഞിട്ട് ഒരു മാസം വട്ടവത്തുമ്പോൾ എൻ്റെ കൊച്ചു പോലും പറയും, ഒരു കുഞ്ഞുടുപ്പ് പോലും മേടിച്ചു കൊടുക്കാൻ ഒരു പൈസ ഇല്ലാതെ വരുന്നൊരു അച്ഛൻ്റെ ഒരു അവസ്ഥ എന്ന് ഓർത്ത് നോക്കിയാൽ സാറേ നിങ്ങൾ. 4.5 വർഷക്കാലം കഴിഞ്ഞു. കറക്റ്റ് പറയണത് 4.5 വർഷക്കാലം കഴിഞ്ഞു. എനിക്ക് ഇന്ന് തരാം, നാളെ തരാം, വണ്ടി തരാമെന്നുള്ള വിളിച്ച്. ഇതൊന്നുമല്ല, എനിക്ക് 10 ദിവസം കഴിയുമ്പോൾ വണ്ടി വിട്ട് നിന്നേക്കാം, പുള്ളിയുടെ ജോലി പോകും. മറ്റേ കൊച്ചാ സാറിൻ്റെ പേര് GG സന്തോഷമാണ്. അദ്ദേഹമാണ് എൻ്റെ വണ്ടി പിടിച്ചത്. പുള്ളിയുടെ ജോലി പോകും, തൊപ്പി പോകും എന്നെല്ലാം പറഞ്ഞ് എൻ്റെ കാല് പിടിച്ച് വണ്ടി കൊണ്ടിടിപ്പിച്ച ആ വണ്ടി കൊണ്ടിട്ട് എന്നെ ഫോറസ്റ്റ് സ്റ്റേഷനിൽ കയറ്റിയിരുന്നത്. പുള്ളി പറയുന്ന കാര്യം അല്ലാണ്ട് സ്റ്റേറ്റ്മെൻറ്റ് ഒന്നും എനിക്ക് എഴുതാൻ പറ്റില്ലായിരുന്നു. പിന്നെ ഭീഷണിപ്പെടും. ഞാൻ പുള്ളി പറയുന്ന കാര്യം അല്ലാണ്ട് ഒരു വാക്ക് എഴുതി എന്നെ തല്ലാനായിട്ട് ആളുകൾ 5-10 പേര് സ്റ്റാഫുകൾ നിൽക്കുക. ഈ അടി മേടിച്ചോട്ടെ എനിക്ക് എൻ്റെ വീട്ടിൽ കയറാൻ പറ്റുമോ സാറേ? വീട്ടിൽ വരാൻ പറ്റുമോ? ഞാൻ എന്താ ഇനി ചെയ്യണ്ടേ? ഈ സംഭവം ഉണ്ടായി 1 വർഷം കഴിഞ്ഞിട്ടാണ് അജീഷ് വണ്ടി പിടിക്കുന്നത്. അജീഷ് തന്നെ കൊണ്ടു കൊടുക്കുക ചെയ്തത്. ഞാൻ സാറേ അതാണല്ലോ പറഞ്ഞു. അല്ല, പുള്ളി ആദ്യം തന്നെ പറഞ്ഞു, അജീഷ് ഈ വണ്ടി വിട്ട് തന്നില്ലെങ്കിൽ നീ ഈ നാട്ടിൽ ഇനിയും പണിയെടുക്കണം. നീ എനിക്ക് വണ്ടി വിട്ട് തന്നില്ല എങ്കിൽ എൻ്റെ ജോലി പോകാതിരിക്കാനായിട്ട് വണ്ടി വിട്ട് തന്നില്ലെങ്കിൽ ഈ നാട്ടിൽ നിന്നെ കൊണ്ട് എന്നെ പണിയിപ്പിക്കത്തില്ല എന്നും കൂടി പറഞ്ഞു പുള്ളി. അപ്പോൾ ഞാൻ എൻ്റെ വീട്ടിൽ അല്ലെങ്കിൽ ഞാൻ ചോദിച്ചു, പെണ്ണോട് ചോദിച്ചു, പെണ്ണ എന്നാ ചെയ്യണ്ടേ? ഏതായാലും ഞാൻ എന്നാ വണ്ടി കൊണ്ടുപോയാലും ഇല്ലെങ്കിൽ ഈ നാട്ടിൽ തന്നെ പണിയെടുക്കണ്ടേ, നമുക്ക് ജീവിക്കണ്ടേ? അവർ 10 ദിവസം കഴിയുമ്പോൾ വണ്ടി വിട്ട് തരും. അജീഷ് വണ്ടി കൊണ്ട് ഇട്ട് കൊടുക്കുക, അല്ല ചേട്ടൻ വണ്ടി കൊണ്ട് ഇട്ട് കൊടുക്കാൻ പറഞ്ഞ. എൻ്റെ പെണ്ണും പേടിച്ചിട്ട് അങ്ങനെ പറഞ്ഞു. ഞാൻ പൊട്ടൻ, ലോക പൊട്ടൻ. ഇനി വേറെ ആരും ഇന്നേണ്ട കാര്യമില്ലല്ലോ. ഏത് ആദ്യമത്തിനാലും പൊട്ടൻ നീ വണ്ടി കൊണ്ട് ഇട്ട് കൊടുത്തിട്ടല്ലേ അനുഭവിക്കുന്നതെന്ന്. പൊട്ടനെ സാറേ, ഞാൻ പൊട്ടനത്തരം ഞാൻ കാണിച്ചു. എല്ലാവരും എനിക്ക് ഭയങ്കര വിശ്വാസം. എനിക്ക് എല്ലാവരും ഭയങ്കര ഇഷ്ടമാണ്. എല്ലാ വാക്കിനും ഞാൻ വിശ്വസിക്കും. എന്നിട്ട് കിടന്ന് അനുഭവിക്കുക. ഈ 5 വർഷം ഈ 50,000 രൂപ മാസം അടച്ചുകൊണ്ടാണ് ഇപ്പോഴും അജീഷ് മുമ്പോട്ട് പോകുന്നത്. എങ്ങനെ ജീവിക്കുന്നത്? ഈ കഴിഞ്ഞ 28-ം തീയതി എനിക്ക് അടയ്ക്കേണ്ട. അവർ പിന്നെ എന്താ ചെറിയൊരു അവസ്ഥയൊക്കെ അറിയാണ്ട് ചില സ്റ്റാഫുകൾ അവർ 1-2 ദിവസം അല്ല 5 ദിവസം. ഇപ്പം ഇന്ന് ഞാൻ അടച്ചിട്ടില്ല. ഈ വരുന്നൊരു 1-2 ദിവസം കഴിയുമ്പോൾ എവിടുന്നേലൊക്കെ പൈസ അറിഞ്ഞ് വായ്പ മേടിച്ച തന്നാൽ ഇപ്പോൾ പണിയില്ല സാറേ. ഈ മഴക്കാലം കൂടി ആയതുകൊണ്ട് അപ്പോൾ വല്ലപ്പോഴൊക്കെ ഉള്ളൂ. അപ്പോൾ പണിക്ക് പോകാൻ ആ വണ്ടി ഓണറുടെ അവസ്ഥ അത് മറ്റൊരവസ്ഥ. അത് പിന്നെ പോട്ടെ. അതിപ്പോൾ ഇപ്പോൾ അവർ വണ്ടി എടുത്തുകൊണ്ട് അവർക്ക് അങ്ങനെ അടയ്ക്കാനുള്ള വേദി അവർ കണ്ടെത്തും. ഞാൻ ഈ പണിയുണ്ടേ, ഈ പണിതല്ല എനിക്ക് മാസം ഒരു 50,000 രൂപ എൻ്റെ ചിലവല്ല, എൻ്റെ വീട്ടിലെ ചിലവും കാര്യം എല്ലാം ചെയ്തിട്ട് ഈ ഒരു കാലഘട്ടത്തിൽ ഒരു മാസം ഒരു 50,000 രൂപ ഒരു പണിക്ക് പോകുന്ന ആൾ ബാലൻസ് വെക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ അവൻ എന്തോരം കഷ്ടപ്പെടണമെന്ന് ഓർത്ത് നോക്കി. ഇനി സാറേ എനിക്കൊരു 44 വയസ്സായി. ഏതാണ്ട് 25 വർഷക്കാലം മിച്ചമായി വണ്ടി ഫീൽഡിൽ ഞാൻ ഇറങ്ങിയിട്ട്. ഈ പണിയെടുത്ത് കൈക്കും കാലിലൊക്കെ ഭയങ്കര വേദന എടുക്കാൻ പറയും. ഇനി പണിയെടുക്കാൻ മനസ്സുണ്ട്, ഈ ശരീരം സമ്മതിക്കുന്നില്ല. ഇതിൻ്റെ ഇടയ്ക്ക് മാനസിക ടെൻഷൻ. സാറേ 4 വർഷം മുന്നേ എൻ്റെ മുടി എങ്ങനെ ഇരുന്നാൽ അറിയോ? ഇന്ന് കണ്ടോ പഞ്ഞിക്കെട്ട് പോകണൊക്കെ അരിക്കുന്നത്. എന്നറിയത്തില്ല, നരയ്ക്കുക, മൊത്തം നരയ്ക്കുക, ഊടുപട നരയ്ക്കുക, ഒരു രക്ഷയില്ല. അജീഷ്, ഈ 5 വർഷം മുമ്പ് അജീഷ് വലിയ ആഗ്രഹത്തോടുകൂടിയാണ് ഈ ഒരു വണ്ടി വാങ്ങിക്കുന്നത്. ഈ എല്ലാവരുടെ ആഗ്രഹമല്ല സാറേ. നമ്മളൊരു തൂമ്പാപ്പണി ചെയ്യുന്നവനാണെങ്കിൽ പോലും അവൻ്റെ വീട്ടിലേക്ക് ഒരു തൂമ്പം മേടിക്കണമെന്ന് ആഗ്രഹം അവൻ്റെ ഏറ്റവും വലിയ ആഗ്രഹമല്ലേ. ഞാൻ പണി പഠിച്ച ഇതാണ്. എനിക്ക് സ്വന്തമായിട്ട് എൻ്റെ സ്വന്തം നാട്ടിൽ ഈ നാട്ടിൽ പണിയെടുക്കാനായിട്ട് എടുത്തതാണ് ഞാൻ മേടിച്ച. അതോ ഫുൾ ഫിനാൻസ് ഇട്ട്. ഒരു 500 രൂപ മാത്രം ഫൈൻ അടയ്ക്കേണ്ട ഒരു കേസ് അജീഷിനോട് ഈ രീതിയിൽ വനം വകുപ്പുകാർ ആക്രമിക്കാൻ അല്ലെങ്കിൽ ഇത്ര വലിയൊരു അനീതി ചെയ്യാൻ എന്താ കാരണം? നേരത്തെ അജീഷുമായിട്ട് എന്തെങ്കിലും പ്രശ്നമുണ്ടോ അവർക്ക്? സാറേ വേറെ അല്ല, ഇന്നലെ ഒന്നും പറയാത്ത ചില കാര്യങ്ങളുണ്ട്. ഈ സംഭവം നടന്നതിൻ്റെ അകത്ത് എന്നെ ഇതിൻ്റെ അകത്ത് ഈ കേസിൽ നിന്ന് അജീഷിൻ്റെ വണ്ടി മാറ്റിയതാണ്. അജീഷ് അങ്ങനെ ഒരു സംഭവം ഇല്ല, ഞാനൊന്ന് ഇറങ്ങിച്ചെന്ന കാരണം എന്ന് പറഞ്ഞവർ.
ഞാൻ ഇവരെ കാണാനായിട്ട് പോയി നിന്നതിൻ്റെ അന്നാണ് സാർ. അന്ന് രാവിലെ ഞാൻ എൻ്റെ വണ്ടിയിലൊരു ഓപ്പറേറ്ററെ കയറ്റിയിട്ട് വാക്കെല്ലാം പറഞ്ഞു വെച്ചു. പോയി കാണാതിരുന്ന അന്ന് എൻ്റെ അച്ഛൻ സ്ട്രോക്ക് അടിച്ച് വീണേ. ഞാൻ അച്ഛനെയും കൊണ്ട് ഞാൻ പോവോ, ഞാൻ ഇവരെ പോയി കാണുമോ? ഒരു 10,000 രൂപ കൈക്കൂലിക്ക് വേണ്ടിയായിരുന്നു. ആ പൈസ കൊടുത്തായിരുന്നു എൻ്റെ വണ്ടിയും പോകില്ലായിരുന്നു. പക്ഷേ എൻ്റെ അച്ഛൻ അന്നേരത്തേനും ഇവിടെ സ്ട്രോക്ക് അടിച്ച് വീണു. രാവിലെ ഫുഡ് വെച്ചിട്ടിരുന്ന ആ കട്ട കോവിഡ് ഉണ്ടായിരുന്ന സമയത്ത് അച്ഛൻ ഇവിടെ ഈ വീട്ടിൽ ഈ വീണ് കിടന്നിട്ട് എൻ്റെ പെണ്ണെന്ന് കോർണറിലില്ല. ഈ തൊട്ടടുത്ത് വീട്ടിലെല്ലാം വണ്ടിയെല്ലാം ഉണ്ടായിരുന്നു. എൻ്റെ പെണ്ണ് ഇങ്ങനെ ഇരുന്നുകൊണ്ട് ആരും ഒരു വണ്ടി ഇങ്ങോട്ട് പോലും വന്നില്ല. ഞാൻ സൈറ്റിൽ കിടന്ന പണിതുകൊണ്ടിരുന്ന ഞാൻ അവിടെ നിന്ന് ഓടി വന്നപ്പോൾ 1/4 മണിക്കൂർ മിച്ചമായിപ്പോയി. അച്ഛനെ എല്ലാം കൊണ്ടും ഞാൻ അതിൻ്റെ 13ാമത്തെ ദിവസം അച്ഛനെ പെട്ടിക്കകത്താക്കിക്കൊണ്ടാണ് ഞാൻ വീട്ടിൽ കയറി. ഇതിൻ്റെ ഇടയ്ക്ക് ഞാൻ അവരെ പോയി കാണാമായിരുന്നോ? അതിൻ്റെ ഞാനൊരു ഇച്ചിരി സംഭവം എന്നാ എല്ലാം നമ്മൾ പറയുന്ന കണക്ക് അവരെ പോയി കാണാത്തതിൻ്റെ അതിൻ്റെ ഒരു പ്രതികാരം മാത്രമെന്നേ ഇപ്പോഴും ഞാൻ എൻ്റെ ഭാഗത്ത് നിന്ന് പറ്റിയ തെറ്റെന്ന് പറഞ്ഞാൽ അതാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇത്രയും വലിയൊരു സാമ്പത്തിക ബാധ്യതയൊക്കെ ഉണ്ട്. എങ്ങനെ കഴിഞ്ഞ 5 വർഷം കടന്നുപോയത്? അത് എൻ്റെ പെണ്ണിനെയും പിള്ളേരെയും പോറ്റണമെന്നുള്ള ആഗ്രഹമുണ്ട്. പിള്ളേരെ കൊണ്ട് ആത്മഹത്യ ചെയ്യാൻ പറ്റത്തില്ല സാറേ. ജനിച്ചു പോയില്ലേ, മരണം വരെ ഇങ്ങനെ പോരാടുക. പിന്നെ ഇതെല്ലാം എൻ്റെ ഏറ്റവും കൂടി ചങ്കായിട്ട് എൻ്റെ പെണ്ണ് പിള്ളേർ, പിന്നെ അവർ കുഞ്ഞുങ്ങൾ വളർന്നു വരും. ഇതിൻ്റെ കൂടുതൽ എല്ലാത്തിനും എൻ്റെ കൂടുതൽ ഈ പെണ്ണുള്ളതുകൊണ്ടാണ് ഞാൻ നിങ്ങളുടെ മുന്നിൽ സംസാരിക്കാൻ. അജേഷ് കഴിഞ്ഞ ദിവസം സമരം നടത്തി. അജേഷ് 4 മണിക്കൂർ സമരം നടത്തിയിട്ടും നമ്മൾ പറഞ്ഞ ഒരു ഡിമാൻഡിൽ DFO ഉൾപ്പെടെയുള്ള ആൾക്കാർ വരണമെന്നാണ് നിങ്ങൾ ആവശ്യപ്പെട്ടത്. എന്നിട്ട് അവരാരും വരാൻ തയ്യാറായില്ല. ഞാൻ പറയാം, എൻ്റെ അന്ന് വണ്ടി എൻ്റെ പിടിച്ചുകൊണ്ട് പോയ ആ ആളും അന്നത്തെ DFO മറ്റേ രാജു കുര്യൻ സാറ്, പിന്നെ അന്നത്തെ ഇപ്പം നമ്മുടെ ദേവിയോളം MLA എക്സ് MLA രാജ സാറ്, ഈ രാജാ സാറിനോടും കൂടി ഈ DFO രാജു കുര്യൻ എന്ന് പറയുന്ന സാറ് പറഞ്ഞ സാർ അതിൻ്റെ വാല്യുവേഷൻ പേപ്പർ വന്നു കഴിയുമ്പോൾ ഒരു കുറഞ്ഞ തുകയ്ക്ക് വണ്ടി വിട്ടുകൊടുത്തേക്കാന്ന്. ആ ആളാണ് അത് ഒന്നാമത്തെ സാക്ഷി. അത് ഇപ്പം ഞാൻ പറയുന്ന എല്ലാം കള്ളമായിക്കോട്ടെ. ഈ രാജാ സാറിനോട് ഈ DFO സാർ പറഞ്ഞ സാർ ആ വണ്ടി ഞാൻ വിട്ടുകൊടുത്തേക്കാന്ന്. എല്ലാം കഴിഞ്ഞിട്ട് 2028 ഏപ്രിൽ 18-ാം തീയതി എന്നെ അവിടെ വിളിപ്പിച്ചിട്ട് ഞാനും പിള്ളേർ എൻ്റെ പെണ്ണിൻ്റെ താലിമാല വരെ പണയം വെച്ചിട്ട് ഞാൻ ചെക്ക് ലീവ് പോയിട്ട്, അതായത് കുറഞ്ഞ തുകയ്ക്കാണല്ലോ വണ്ടി വിട്ടു തരുന്നത്. 1.5 ലക്ഷം രൂപയ്ക്ക് അടുത്ത് വരെ, ഏത് കുഞ്ഞു തുകയ്ക്കാണെങ്കിലും അത്രയും രൂപ കരുതിക്കൊണ്ട് അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ പുള്ളി ചോദിച്ചെന്നറിയോ, ഇത്രയും നാളായിട്ട് അജീഷ CMB ഫയൽ ചെയ്ത് കോടതിയിൽ നിന്ന് വണ്ടി എടുത്തില്ലെന്ന്. ഞാൻ സാറിന് ചോദിച്ചാൽ സാറന്ന് എനിക്ക് ഈ വണ്ടി കോടതി പോയില്ല എങ്കിൽ, നിങ്ങൾ കോടതി പോയില്ലെങ്കിൽ വണ്ടി വിട്ടുന്നൊക്കെ നല്ല സാറേ പറഞ്ഞെന്ന് ചോദിച്ചു. അതിൻ്റെ ബാക്കി എൻ്റെ പെണ്ണ് പറയും. ഞങ്ങളുടെ മുന്നിൽ ഇരുന്ന് പറഞ്ഞതറിയോ, ഞാനങ്ങനെ പറഞ്ഞിട്ടില്ല. ആ മനുഷ്യൻ അത്രയും സ്ഥാനത്തിരിക്കുന്ന ഒരു DFO എന്ന് പറയുന്ന ഒരാൾ. ഈ GG സന്തോഷ് കുമാറാണോ ബോധപൂർവം ഇതിനകത്ത് അജീഷിനെ കുരുക്കുകയാണോ ഇത്? എന്നെ GG സന്തോഷ് സാറും അതിൻ്റെ കൂടത്തിൽ ഈ സന്തോഷ് സാറിനെ സപ്പോർട്ട് ചെയ്ത DFO ആ പുള്ളിയും കൂടി കൂടിയാ, 2 പേരും കൂടി കൂടിയാ. അതായത് സാറേ, ഒരു വാലുവേഷൻ ഇട്ട് കഴിഞ്ഞാൽ, ഒരു വണ്ടിക്ക് വാലുവേഷൻ ഇട്ട് കഴിഞ്ഞാൽ പിന്നെ യുവമാർക്ക് ഈ വണ്ടി വിട്ട് കൊടുക്കത്തില്ല എന്ന് യുവമാർക്ക് അറിയാൻ പറ്റുമായിരുന്നു. പൊട്ടനായ എനിക്കറിയത്തില്ലായിരുന്നു. ഞാൻ വണ്ടി ഊരിക്കൊണ്ട് പോകാതിരിക്കാൻ വേണ്ടി വാലുവേഷൻ പേപ്പർ അന്ന് കഴിയുമ്പോൾ വണ്ടി വിട്ട് തന്നേക്കാന്ന് പറഞ്ഞ് വിശ്വസിപ്പിച്ചു. സമ്മതിക്കണം യുവമാർ. അജീഷ് റിസർവ് ഫോറസ്റ്റിൽ നിന്ന് മണ്ണെടുത്തു എന്നാണ് അവരുടെ കേസ്. യഥാർത്ഥത്തിൽ എവിടുന്നാണ് മണ്ണെടുത്തുണ്ടായത്? എന്നെ പണിക്ക് വിളിച്ചു, പെരത്ര വലിക്കാൻ വേണ്ടി ഞാൻ പോയി. പെരത്ര വലിച്ചു, ഞാൻ പോന്നു. അത്രേ ഉള്ളൂ ഉണ്ടായിട്ടുള്ളൂ. പിന്നെ അതിൻ്റെ തറ വലിക്കുമ്പോൾ ചെറിയ മരങ്ങൾ, ചെറിയ തൈമരങ്ങൾ, അത് അതിൻ്റെ തൊണ്ടല്ലോ തറ കേസിൻ്റെ അകത്ത് അവർ എഴുതിയതിൻ്റെ തൊണ്ടല്ലോ. ഒരു 500 രൂപയുടെ പാടമരങ്ങൾ ഞാൻ മറിച്ചിട്ടെന്ന് അതേ ഉണ്ടായിട്ടുള്ളൂ, അല്ലാതെ വേറെ ഒന്നും എൻ്റെ ഉണ്ടായിട്ടില്ല. ഈ സ്ഥലം ഉടമയ്ക്കെതിരെ കേസുമില്ല? പുള്ളിക്കെതിരെ ഇന്നും വരെ എൻ്റെ അറിവിലില്ല. എൻ്റെ വണ്ടി അറ്റാച്ച് ചെയ്തത് മാത്രമേ ഉള്ളൂ. ഞാൻ മറ്റേ ദർശനത്തിലോ ഒന്നും ഞാൻ വർക്ക് ചെയ്തിട്ടില്ല. എനിക്കറിയാം. ഈ ഇത്ര വലിയ ഒരു 500 രൂപയ്ക്ക് വേണ്ടി JCB പിടിച്ചുകൊണ്ട് പോകുക, 10-30 ലക്ഷം രൂപയുടെ വിലയുള്ള ഒരു വാഹനം പിടിച്ചുകൊണ്ട് പോകുന്നത് എന്തടിസ്ഥാനത്തിലാണ്? ഇവരെന്ത് ന്യായീകരണം പറയുന്നത്? സാറേ, എനിക്ക് തോന്നുന്നു അന്ന് വണ്ടി പിടിച്ച GG സന്തോഷ് എന്ന് പറഞ്ഞ ഡെപ്യൂട്ടി റേഞ്ചർ, പുള്ളിക്ക് എന്നോട് വ്യക്തിപരമായിട്ടൊരു കലിപ്പോ കാര്യം ഉണ്ടാകേണ്ട അവസ്ഥ ഞാൻ ഇന്ന് വരെ ഞാൻ ഉണ്ടാക്കിയിട്ടില്ല. പിന്നെ എന്താ സംഭവം എന്നുള്ളത് എനിക്കറിയാം. എന്നെ ഇതിൻ്റെ പെടുത്തിയതാണ് ഇവർ. അത് ഇത് ആർക്കു വേണ്ടിയാണ്, എന്തിനു വേണ്ടിയെന്ന് എനിക്കറിയില്ല. എൻ്റെ 4.5 വർഷക്കാലം എൻ്റെ അധ്വാനം മൊത്തം ഫിനാൻസുകാർക്ക് വേണ്ടിയായിരുന്നു. എനിക്കൊന്നും ഉണ്ടാക്കാൻ പറ്റിയിട്ടില്ല. ഈ ഞാൻ മുമ്പ് ചോദിച്ചത്, ഇത്രയും വർഷം ഇത്രയും വലിയൊരു സാമ്പത്തിക ബാധ്യത, ഇത്രയും വലിയ സമ്മർദ്ദം, മാനസിക പ്രശ്നങ്ങൾ, എങ്ങനെയാണ് ഇതിനെ ഒന്ന് തരണം ചെയ്തത്? സാറേ, എന്തോ എനിക്ക് ജീവിക്കണം, എൻ്റെ പെണ്ണിനെ പിള്ളേരെ പോറ്റണമെന്നുള്ള സംഭവം കൊണ്ട് എങ്ങനെ സംഭവം കടിച്ചു പിടിച്ച്
പിന്നെ കിടന്ന് പണിയെടുത്തു, രാത്രിയും പകലും കിടന്ന് പണിയോട് പണി തന്നെ അല്ല, മടുത്ത് സാറേ, രക്ഷയില്ല, മാർഗമില്ലാണ്ട്. ഈ നീതി കിട്ടുമെന്നൊരു പ്രതീക്ഷ ഉണ്ടോ അജീഷിന് ഇപ്പോൾ? നീതി കിട്ടുമെന്ന് പറഞ്ഞാൽ സാറേ, ഒരു 2022 കാലഘട്ടത്തിൽ മൂന്നാറിൽ വെച്ച് ഒരു ആനയെ ജയസീവൻ്റെ അടിച്ചിട്ടായിരുന്നു. അത് ആ വണ്ടി ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റ് എൻ്റെ ഒരു അറിവ് വെച്ചാണെങ്കിൽ ഒരു 13ാമത്തെ ദിവസം വണ്ടി വിട്ടുകൊടുത്തു. അപ്പോൾ ഒരു ആനയുടെ ഒരു വില എന്ന് പറയുന്ന ഒരു 500 രൂപ, ഒരു പാഴ്മരത്തിനേക്കാളും ഒരു വിലയില്ല ഒരു ആനയ്ക്ക്. ആ വണ്ടി വിട്ടുകൊടുത്തു. ഈ 500 രൂപയുടെ ഞാൻ നാശനഷ്ടം ഉണ്ടാക്കിയിട്ടുണ്ട് എങ്കിൽ അത് അവർ തന്നെ ഇട്ടേക്കുന്ന 500 രൂപയ്ക്ക് വേണ്ടി 30 ലക്ഷം രൂപയുടെ വണ്ടി പിടിച്ചിട്ടെന്ന് പറയുമ്പോൾ സാറൊന്ന് ഓർത്തു സാറേ. ഒരു ആനയുടെ ഒരു വില, ആ വണ്ടി അങ്ങനെ ഒരു കുറ്റകൃത്യം ചെയ്തപ്പോൾ എത്ര മോഡൽ വണ്ടി ആയിക്കോട്ടെ എന്തോ ആയിക്കോട്ടെ, 13ാമത്തെ ദിവസം മൂന്നാറിൻ്റെ ഡിവിഷനിൽ നിന്ന് DFO ആ വണ്ടി വിട്ടുകൊടുത്തു. 500 രൂപയുടെ ഈ പാടമരത്തിൻ്റെ ആ സംഭവം ചെയ്തതുകൊണ്ട് എൻ്റെ 30 ലക്ഷം രൂപ വണ്ടി പിടിച്ചെടുക്കുന്നു. ഞാനൊരു ആദിവാസിയായി എന്നെ പെടുത്തിയേക്കുന്ന അവസ്ഥ എന്ന് ഓർത്തു സാർ. അജീഷ് വലിയ സാധാരണക്കാരനായോണ്ടല്ലേ ഇങ്ങനെ ഉണ്ടായത്. ഈ ഒരു 10-15 വണ്ടി ഉള്ള ആളിൻ്റെ ആയിരുന്നെങ്കിലോ ഇവരാ വണ്ടി അവിടെ കൊണ്ടിട്ട് കൊടുത്താൽ അവർ എത്തുപോലും ഇല്ലായിരുന്നു. അജീഷ് വലിയ സ്വപ്നം കണ്ട് വാങ്ങിച്ച ഒരു വണ്ടിയാണത്. ഇപ്പോഴതിൻ്റെ അവസ്ഥ, കഴിഞ്ഞ ദിവസം നമ്മളവിടെ ഫോറസ്റ്റ് ഓഫീസ് വന്നപ്പം കണ്ടു ആ വണ്ടിയുടെ ഒരു അവസ്ഥ. ഇനി തിരിച്ച് കിട്ടിയാൽ തന്നെ ഉപയോഗിക്കാൻ കഴിയും. കിട്ടിയാലും സാറേ അതിൻ്റെ അതിലൊരു 5-6 ലക്ഷം രൂപ പൈസ അല്ലെങ്കിൽ അത് പണിയാൻ കണ്ടീഷൻ ആക്കി അത് എടുത്താൽ പോലും എപ്പോഴും അതിൻ്റെ കുറേ സ്പെയറും മേടിച്ച് വെച്ചോണ്ട് വേണം ഞാൻ പണിക്ക് കൊണ്ടുപോകാനായിട്ട്. എനിക്ക് അവിടെ കിടന്ന് സാറേ, ഞാൻ ആറ്റ് മേടിച്ച വണ്ടിയാണ്. ആ ഫോറസ്റ്റ് സ്റ്റേഷനിൽ കിടന്ന് നരയിക്കുന്ന നശിച്ചു പോകുന്ന കാണുമ്പോൾ സങ്കടം വരും. ഇന്ന് വരെയാണെങ്കിലും അവർ ഈ കേസിൽ പെടുത്തിയിട്ടേക്കുന്ന ആ വണ്ടി ഏതെങ്കിലും ഒരു അത്താഴപ്പണ്ടിക്കാൻ അല്ലെങ്കിൽ ആർക്കേലും ആ വണ്ടി ലേലത്തിലും വെക്കണ്ടേ. ഇത്ര ഒരു മോഡൽ കൂടിയൊരു വണ്ടി ആ ഇട്ട് നശിപ്പിച്ച് കളയുന്ന ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റിനോട് ഞാൻ ആരോട് ഞാൻ വിളിച്ച് പറയണം സാറേ. ഇത് ഇത്രയും നാൾ ഞാൻ കിടന്ന് അലഞ്ഞു. ഇനി എനിക്ക് മടുത്തുനിന്ന് പണിതുകൊണ്ടെന്ന് മടുത്തു. 10-25 വർഷക്കാലം വെച്ചായി സാറ് പണിയാൻ തുടങ്ങിയിട്ട്. ഇത് ഇങ്ങനെ ആയി പോയി കഴിഞ്ഞപ്പോഴത്തേനും ഈ ഫിനാൻസുകാർക്ക് വേണ്ടി തന്നെ ഇതിൻ്റെ ഇടയ്ക്ക് സാറേ ഒരു ക്യാഷിനോ കാര്യത്തിനോ ഒരു ദിവസം പണിക്ക് പോയില്ലെങ്കിൽ ആ മാസം CC അടയ്ക്കണമെങ്കിൽ ആ കിട്ടുന്ന പൈസ എനിക്ക് എത്താതെ വരും. അതുകൊണ്ട് എല്ലാ ദിവസം പണി. എനിക്ക് എങ്ങോട്ടും ഒരിടത്ത് ഈ വണ്ടിയെക്കുറിച്ച് നോക്കാനോ പഠിക്കാനോ ഒരു കേസിന് പോലും പോകാൻ പറ്റില്ല. എനിക്ക് വണ്ടി വിട്ട് തന്നേക്കാന്ന് പറഞ്ഞല്ലേ കൊണ്ടിട്ട് കൊടുത്ത്. ആ DFO സാർ എനിക്ക് വണ്ടി വിട്ട് തന്നേക്കാന്ന് പറഞ്ഞാൽ എന്നിട്ട് എല്ലാം കൂടി കൂട്ടിക്കെട്ടി ഈ എന്നിട്ട് ഒറ്റ പണിയും ചെയ്തു. അജേഷ് മുമ്പ് പറഞ്ഞു ഈ JCB പിടിച്ചുകൊണ്ട് ജീവിതം വഴിമുട്ടിയ ഒരു സാഹചര്യത്തിൽ ഒരുമിച്ച് മരിക്കണമെന്ന് പോലും ചിന്തിച്ച ഒരു സമയം ഉണ്ടായിരുന്നു. ഞാൻ പറഞ്ഞല്ലോ സാറേ, എൻ്റെ താലി കെട്ടി എൻ്റെ പെണ്ണിനെ ആദ്യമായിട്ടൊരു അടി അടിച്ചത് അന്നേ ഉള്ളൂ. അന്ന് എൻ്റെ പെണ്ണിനെ എന്ന് പറഞ്ഞാൽ പെണ്ണിനെയും അല്ല പിള്ളേരെയും കൂട്ടി അജി നമുക്കങ്ങ് ആത്മഹത്യ ചെയ്യാമെന്ന് എൻ്റെ പെണ്ണ് അന്ന് അടിച്ചത്. എടി ആത്മഹത്യ ചെയ്യാൻ സിമ്പിളാണ്, ജീവിക്കാനായിട്ട്. ആത്മഹത്യ ചെയ്യാൻ എടുക്കുന്നതിൻ്റെ പകുതി വേണ്ട നമുക്ക് ജീവിച്ച് കാണിക്കാൻ. അതുകൊണ്ട് ഈ 4.5 വർഷക്കാലം ഞാൻ അതിൽ സാറേ ഞാൻ ഇനിയും മുന്നോട്ട് പോകും. എൻ്റെ മരണം വരെ. ഇതെന്ന് പറഞ്ഞാൽ സാറേ, എനിക്ക് ഒരു നീതി കിട്ടാനായിട്ട് ഇതല്ലാതെ ഉണ്ട് എനിക്കൊരു മാർഗം ഇല്ലാത്തതുകൊണ്ട് അന്നേരം എൻ്റെ മനസ്സിൽ തോന്നിയ ആ തോന്നൽ ഞാൻ ചെയ്തതാണ്. ഇങ്ങനെയൊന്നും അറിയണ്ടേ. എല്ലാവരും എന്നെ നാണം കെടുത്തു വന്നേ പൊട്ടാന്നൊക്കെ വിളിച്ചോണ്ട്. നീ വണ്ടി കൊണ്ട് ഇട്ട് കൊടുത്തിട്ടല്ലേടാ, നീ ഇളന്ന് അനുഭവിക്കുക. ഇനി ഞാൻ പൊട്ടനാണ്ട കാര്യമുണ്ടോ സാറേ? ഞാൻ കാണിച്ചത് ഏറ്റവും വലിയ മണ്ടാണ്ടത്തൊരു പൊട്ടനാ. ലോകത്തിലെ ഏറ്റവും പൊട്ടനാണ് ഒരു ജസ്റ്റ് അവാർഡ് കിട്ടുന്നുണ്ടെങ്കിൽ അത് എനിക്ക് തന്നെ വേണം. ഞാൻ ആർക്കും വിട്ടുകൊടുക്കില്ല. അത് എനിക്ക് പറ്റിപ്പോയല്ലോ. ഇപ്പം സമരം നടത്തി കഴിഞ്ഞപ്പോൾ അവരൊരു ചർച്ച ചെയ്യാമെന്നും പ്രശ്നം പരിഹരിക്കാമെന്നും ഒക്കെ പറയുന്നുണ്ട്. 5 കൊല്ലമായി അജീഷിനെ നിരന്തരം വേട്ടയാടിയ ഒരു ഡിപ്പാർട്ട്മെൻറ്റാണ് ഇപ്പം പ്രശ്നം പരിഹരിക്കാമെന്ന് പറയുന്നത്. ഇത് വിശ്വാസത്തിലെടുക്കുന്നുണ്ട്. ഇപ്പോഴത്തെ ഭരണം, അത് നമ്മുടെ ഭരണകർത്താക്കൾ പിന്നെ വനം മന്ത്രിയൊക്കെ എൻ്റെ അകത്ത് ഇടപെട്ടിട്ടുണ്ട്. ആ സാറ് എനിക്ക് വേണ്ടി ചെയ്യുമെന്ന് ഞാൻ ഒരു 110% ഞാൻ വിശ്വസിക്കുന്നു. എനിക്ക് വണ്ടി വിട്ടു തരാനുള്ള അവസരങ്ങൾ ഉണ്ടാക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അജീഷിന് വണ്ടി വിട്ട് കിട്ടിയാൽ മാത്രമേ ഈ പ്രശ്നം തീരൂ. അജീഷിനെ ഇത്രയും കാലം ദ്രോഹിച്ച ഉദ്യോഗസ്ഥർക്കെതിരെ നടപടി വേണമെന്ന് ആഗ്രഹമില്ലേ? പിന്നെ അത് വേണ്ട സാർ. അതിൻ്റെ അകത്ത് എനിക്ക് വണ്ടി വിട്ട് കിട്ടണം. വണ്ടി വിട്ട് കിട്ടിയാൽ മാത്രം പോരാ സാറേ. എൻ്റെ 5 വർഷം ഇത് കള്ളക്കേസാണ് സാറേ. ഞാൻ റിസർവ് വനത്തിൽ കയറി പണിയെന്നാണ് പറഞ്ഞത്. 5 വർഷം ആ വണ്ടി അല്ലെ എന്നു മുതൽ വണ്ടി പിടിച്ചോ ഞാൻ എൻ്റെ ആ വണ്ടി ആ പണിയണ്ടേ. എനിക്ക് അതിൻ്റെ നഷ്ടപരിഹാരം കൂടി വേണം. അല്ല ചുമ്മാ എനിക്ക് ഒരു വിധത്തിൽ പോരാൻ പറ്റും സാറേ. പിന്നെ ഞാൻ ഇത്ര നാൾ കിടന്ന് അനുഭവിച്ചതിൻ്റെ അതിന് വേണ്ടേ. ഒരു മനുഷ്യനല്ല ഞാൻ
എൻ്റെ പെണ്ണിൻ്റെയും പിള്ളേരുടെ മുന്നിൽ അപ്പനായിട്ടാണല്ലോ ഈ മക്കളുടെ മുന്നിൽ അപ്പനായിട്ട് തന്നെ അവർ കാണേണ്ട തന്നെ, അല്ല വെറും പട്ടിയുടെ പോലും വില കൊടുക്കുക അവർ. വേണം സാർ, ഉണ്ടാകണം, അത് ഉണ്ടാകണല്ലോ സാറേ. ഞാൻ ഒരു ഒറ്റ കാര്യം ചോദിക്കട്ടെ, ഈ സമൂഹത്തിലൂടെ മൊത്തത്തിൽ ചോദിക്കട്ടെ, ഒരു നീതി മനുഷ്യന് കിട്ടണമെന്നുണ്ടെങ്കിൽ ഇങ്ങനെ ആത്മഹത്യ മുടക്കിയിട്ടാണോ വേണ്ടേ? ആണോ? എല്ലാവർക്കും വേണ്ടേ നീതി? ഈ നീതി കിട്ടാതെ വരുമ്പോൾ ഓരോ ആണോ പെണ്ണോ ഇങ്ങനെ ആത്മഹത്യാ പ്രവണത കാണിച്ചാൽ മാത്രമാണ് ഈ ലോകം മൊത്തം അറിയുള്ളൂ. ഒരു നല്ലൊരു ഉദ്യോഗസ്ഥരാ വേണ്ട കാര്യം ചെയ്യുമായിരുന്നേ ആ വണ്ടി എനിക്ക് അത് എൻ്റെ തന്നെ ഇരിക്കത്തില്ലായിരുന്നു സാറേ. സാറ് നോക്കിയേ, ഈ വീടൊക്കെ നോക്കിയേ, എൻ്റെ പെണ്ണിനെയും പിള്ളേരെയും കൂട്ടിക്കൊണ്ടൊക്കെ കളത്തുറങ്ങുന്ന വീടാണ്. എന്ന് വെള്ളം പൊത്താം. എനിക്കും ഇതേപോലൊക്കെ ആഗ്രഹമുണ്ട്, എൻ്റെ പെണ്ണിനെയും പിള്ളേരെ നോക്കണം, ഒരു നല്ലൊരു കുഞ്ഞ് വീട് പണിയണം എന്നൊക്കെ ഒരു ആഗ്രഹം കണ്ടുകൊണ്ടായിരുന്നു ഞാൻ വണ്ടി എടുത്തത്. അത്യാവശ്യം എനിക്ക് പണിയുണ്ടായിരുന്നു, ഇന്നും ഉണ്ട്. എന്താണെന്ന് പറഞ്ഞാൽ മറ്റൊരാളുടെ വണ്ടി പണി ചെയ്തിട്ട് പിന്നെ സീസിങ് കാര്യം കിടക്കണം. ആ വണ്ടി ഒന്ന് കാണാൻ ഫോറസ്റ്റ് ഓഫീസിന് മുമ്പ് എന്നിട്ട് കാണാൻ പോലും അവർ അനുവദിച്ചിട്ടില്ല. എൻ്റെ ഓർമ്മ ശരിയാണ് സാറേ, ഒരു 2-2.5 മാസം മുന്നേ ഞാൻ അവിടെ ചെന്നു. ആ വണ്ടി അത്രയും നാൾ ഞാൻ വേറൊരു മാനസികാവസ്ഥയോടെ പോയി. അന്ന് ആ വണ്ടി കണ്ടപ്പോൾ ഒരു പടുതയെങ്കിലും അതിൻ്റെ മുകളിൽ ഞാൻ മേടിച്ചിടാന്ന് ഓർത്തി ചെന്നപ്പോൾ ഉണ്ടല്ലോ, ആ വണ്ടിയുടെ 10 മീറ്റർ ഇപ്പം നീ ഇവിടെ നിന്ന് കണ്ടാൽ മതി. ആ വണ്ടിയുടെ ഒരു ഫോട്ടോ എടുക്കാനോ നീ അവിടെ പോകണ്ട. ഞാൻ പറയാം സാറേ, ഒരു RC ഓണറാ, ആ പൈസ മുടക്കിയതാണ് ഞാൻ. അതിൻ്റെ CC ഇന്നും ഞാൻ അടച്ചുകൊണ്ടിരിക്കുക. അതിൻ്റെ അടുത്ത് നീ ഒന്ന് ആ വണ്ടിയിൽ ഞാൻ തൊട്ട് നോക്കിയിട്ട് കൊതിയോടുകൂടി ചോദിച്ചു, സമ്മതിച്ചില്ല അവർ. അവസാനം വണ്ടി ഇപ്പോൾ കണ്ടപ്പോൾ എന്താ തോന്നി? എന്നാ ചെയ്യുന്നത് സാറേ, നമ്മൾ ഒരു കല്യാണം കഴിഞ്ഞല്ല, ആദ്യ ഒരു കുഞ്ഞുണ്ടായ കണ്ണുപൊട്ടനായാലും ചട്ടനായാലും ആ കൊച്ചിനെ നമ്മൾ കൊന്നു കളയുമോ? ഞാൻ പണി പഠിച്ചിട്ട് ആശിച്ചു മോഹിച്ച് ഫുൾ ഫിനാൻസ് ഇട്ടിട്ട് എടുത്തൊരു വണ്ടിയാണ്. എൻ്റെ പെണ്ണിൻ്റെ സ്വർണ്ണം കാര്യങ്ങളൊക്കെ, എൻ്റെ പെണ്ണും എനിക്ക് അതിൻ്റെ അകത്ത് അവളുടെ സ്വർണ്ണം എല്ലാം എനിക്ക് ഒരു തന്ന ഒരു ആദ്യത്തെ സ്റ്റെപ്പായിട്ട്. അതുകൊണ്ട് എനിക്ക് എൻ്റെ പെണ്ണിൻ്റെയും പിള്ളേരുടെ മുന്നേ എനിക്ക് നല്ലൊരു അച്ഛനായിട്ടും ഭർത്താവായിട്ടും നിൽക്കാൻ ഇന്ന് ഈ 4.5 വർഷക്കാലം എനിക്ക് അവരുടെ മുന്നിൽ നിന്ന് ഒരു പണി കഴിഞ്ഞ് വരുമ്പോൾ കൊച്ചിനൊരു ചായയോ അല്ല ഒരു ബിസ്ക്കറ്റ് പോലും എനിക്ക് മേടിച്ചുകൊണ്ട് വരാൻ പറ്റില്ലാത്ത അവസ്ഥ ഉണ്ടാകുമ്പോൾ ഈ മക്കളൊക്കെ അപ്പനെയൊക്കെ എങ്ങനെ കാണുന്നത് എനിക്കറിയില്ല. നാളെ ഇവരൊക്കെ വളർന്നു വന്നു കഴിയുമ്പോൾ അപ്പനെ അനുഭവിച്ചതിൻ്റെ ബുദ്ധിമുട്ട് അവർ പ്രായമൊക്കെ കഴിയുമ്പോൾ അവർക്ക് കത്തുമായിരിക്കും സംഭവം. അപ്പനൊക്കെ ഇങ്ങനെയൊക്കെ ഒരുപാട് അനുഭവിച്ചിട്ടുണ്ട്. കഴിഞ്ഞ 5 വർഷമായി നീതി നിഷേധിക്കപ്പെട്ട ഒരു മനുഷ്യൻ്റെ ശബ്ദമാണിത്. നീതി ലഭിക്കണം, തനിക്ക് നീതി നിഷേധിച്ച ഉദ്യോഗസ്ഥന്മാർ മറുപടി പറയണം, സ്വന്തം കുടുംബത്തിൻ്റെയും സമൂഹത്തിൻ്റെയും മുമ്പിൽ വീണ്ടും തല ഉയർത്തി നിൽക്കണം. ഇതാണ് അജീഷിൻ്റെ ആഗ്രഹം. അജീഷിൻ്റെ ആഗ്രഹം യാഥാർത്ഥ്യമാകും എന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. ഏറെ ആഗ്രഹിച്ചു വാങ്ങിച്ച തൻ്റെ വാഹനം അധികം വൈകാതെ അജീഷിന് സ്വന്തമാകുമെന്നും നമുക്ക് പ്രതീക്ഷിക്കാം. ക്യാമറമാൻ അഭിലാഷ് അലക്സിനൊപ്പം MC ബോബൻ, അമൃത ന്യൂസ്.